കാക്കനാട് നിന്നൊരു വാർത്ത. കൊച്ചി കാക്കനാട് ഫ്ളാറ്റിൽ വീണ്ടും രോഗബാധ. ഇടച്ചിറയിലുള്ള ഒലീവ് കോർട്ട്യാർഡ് ഫ്ളാറ്റിലെ 72 പേർ ഛർദിയും വയറിളക്കവും ബാധിച്ചതുകൊണ്ട് ഇപ്പോൾ ചികിത്സ തേടിയെന്നാണ് അറിയുന്നത്. ഫ്ളാറ്റിൽ നിന്ന് 9 കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. 24 ബ്രേക്കിംഗ് എസ് ശ്യാംകുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്യാം, നേരത്തെ DLF ഫ്ളാറ്റിലായിരുന്നു ഈ പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഒലീവിലേക്ക് മാറി. എന്താണ് കൊച്ചിയിലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമെന്ന് കരുതുന്നു? എസ് കെ എൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ DLF-ലായിരുന്നു ആ പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഇടച്ചിറയിലുള്ള ഒലിവ് കോർട്ട്യാർഡ് ഫ്ളാറ്റിലാണ് ഇതേ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഫ്ളാറ്റിലുള്ള ചിലർ ഛർദിയും അതിസാരവും ഒക്കെ ആയിട്ട് ആശുപത്രിയിൽ എത്തിയത്. അതോടെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരടങ്ങുന്ന സംഘം ഈ ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയായിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് 72 പേർക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് ഇതിൽ 20 പേർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ആരും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാവർക്കും സമാനമായ രോഗലക്ഷണങ്ങളാണ്. അവിടെ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരുന്ന ഒരു ഫ്ളാറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണോ ആളുകൾക്ക് രോഗബാധ ഉണ്ടായതെന്ന് സംശയമുണ്ട്. ഏതായാലും ഫ്ളാറ്റിലെ 9 സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചിട്ടുണ്ട്. ആളുകൾക്ക് അവിടെ ഗുളികകളും മറ്റ് പ്രതിരോധ മരുന്നുകളും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ചാൽ മാത്രമേ എങ്ങനെയാണ് ഇത്രയും പേർക്ക് രോഗബാധ ഉണ്ടായതെന്ന് വ്യക്തമാകുകയുള്ളൂ. ഏതായാലും തൃക്കാക്കര നഗരസഭാ പരിധിയിൽ നിരവധി ഫ്ളാറ്റുകളിലാണ് ഇപ്പോൾ സമാനമായ പ്രശ്നം നേരിടുന്നതും രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നതും. ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.